നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാകും. അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഇപ്പം തന്നെ മറക്കാതെ ചെയ്യുക. ഇനി നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. കൂടുതൽ കാര്യങ്ങളിലോട്ടൊന്നും പോകണ്ട. ഒരു പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെടാൻ നീ എങ്ങനെ മാറണം, അല്ലെങ്കിൽ ഒരു പെണ്ണ് നിങ്ങളിൽ അട്രാക്റ്റ് ആവാൻ വേണ്ടി നിങ്ങളെങ്ങനെ മാറണം? എന്തുകൊണ്ടാണ് ചില ആൺപിള്ളേരുടെ പിന്നാലെ പെണ്ണുങ്ങൾ സ്വാഭാവികമായിട്ട് ആകർഷിക്കപ്പെടുന്നത്? എന്നാൽ ചിലർ എത്ര ശ്രമിച്ചാലും ആരുടെയും ശ്രദ്ധ അവർക്ക് കിട്ടാനും പോകുന്നില്ല. അവൻ കൂടുതൽ സുന്ദരനായിട്ടാണോ, അല്ലെങ്കിൽ കൂടുതൽ പൈസ ഉള്ളവനായിട്ടാണോ, വില കൂടിയ ബൈക്കും കാറും ഒക്കെ ഉള്ളതുകൊണ്ടാണോ? സത്യത്തിൽ മിക്ക കേസുകളിലും അതൊന്നുമല്ല കാരണം ഒരു പെണ്ണിനെ ആകർഷിക്കുന്നതെന്ന് പറയുന്നത് നിൻ്റെ മുഖമല്ല, നിൻ്റെ ഉയരമല്ല, നിൻ്റെ ബാങ്ക് ബാലൻസ് മാത്രമല്ല, നീ ആരാണെന്നതാണ്. നിന്നിലുള്ള ചില സ്വഭാവങ്ങളും നീ നിന്നെ തന്നെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതുമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പെണ്ണിനെ വീഴ്ത്താനുള്ള ട്രിക്കുകൾ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഒരു സ്ത്രീക്ക് ബഹുമാനവും ആകർഷണവും തോന്നുന്ന തരത്തിൽ ഒരു പുരുഷൻ എങ്ങനെ വളരണം എന്നതാണ്. ആദ്യത്തത്, ജീവിതത്തിനൊരു ദിശ വേണം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആരും ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ആളുകളെ ദീർഘകാലത്തേക്ക് ആകർഷകമായി കാണാറില്ല. രാവിലെ എഴുന്നേറ്റ് ദിവസം മുഴുവൻ ഫോൺ നോക്കി സമയം കളഞ്ഞ് ജീവിതം എങ്ങോട്ട് പോകുന്നു അറിയാതെ നടക്കുന്ന ഒരാൾക്ക് ആളുകളുടെ ബഹുമാനം നേടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വായി നോക്കി നടക്കുന്നവർക്ക് പെണ്ണ് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഒരു പെണ്ണ് നോക്കുന്നത് പലപ്പോഴും നിൻ്റെ ഇന്നത്തെ അവസ്ഥയല്ല, നീ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ്. അതായത് നിൻ്റെ ലക്ഷ്യം എങ്ങോട്ടാണ്, നീ ഏത് ലക്ഷ്യത്തിലേക്കാണ് നടന്ന് നീങ്ങുന്നത് എന്നുള്ളതാണ് ഒരു പെണ്ണ് നോക്കുന്നത്. നീ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നീ വളരാൻ ശ്രമിക്കുന്നുണ്ടോ, നീ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നിൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് ഒരു പെണ്ണ് നിന്നിൽ നോക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഒരു ലക്ഷ്യമുള്ള പുരുഷന്മാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ആകർഷണം ഉണ്ടാവും. അതാണ് അതിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, അറ്റൻഷൻ നമ്മൾ ചോദിച്ച് നടക്കുന്നത് നിർത്തുക. ഇന്ന് പല ആൺപിള്ളേരും ചെയ്യുന്ന ഒരു വലിയ ഒരു തെറ്റുണ്ട്. ഒരു പെണ്ണ് സംസാരിച്ചാൽ പിന്നെ, അല്ലെങ്കിൽ പെണ്ണ് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചോ ഒരു ചെറിയ അടുപ്പം കാണിച്ചാലോ ലോകം കിട്ടിയ പോലെ അങ്ങ് പെരുമാറും. അവർക്ക് പിന്നെ അതിൻ്റെ പെണ്ണിൻ്റെ റിപ്ലൈ വന്നില്ലെങ്കിൽ അങ്ങ് വിഷമം, ഓൺലൈനിൽ കണ്ട ഉടനെ മെസ്സേജ് അയക്കണം, അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ നിരാശ, ഇങ്ങനെയൊക്കെ കരച്ചിലും ബഹളമായിട്ട് ഒരു പ്രശ്നമാണ്. ഇത് കേൾക്കാൻ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലൊരു സത്യം പറയാം, നീ എത്ര കൂടുതൽ അറ്റൻഷൻ അവരുടെ അടുത്ത് ചോദിക്കുന്നോ അത്രയും നിൻ്റെ വാല്യൂ കുറയും. ആളുകളെ നമ്മൾ ബഹുമാനിക്കണം, പക്ഷേ ആരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ജീവിക്കരുത്. മനസ്സിലായോ? പിന്നെ നിൻ്റെ സന്തോഷം എന്നുള്ള കാര്യമുണ്ടല്ലോ, മറ്റൊരാൾ നിനക്ക് തരുന്ന റിപ്ലൈയിൽ ആശ്രയിച്ചാകരുത്. നിൻ്റെ സന്തോഷം നിൻ്റെ ലക്ഷ്യങ്ങളായിരിക്കണം എപ്പോഴും. നീ ആ ലക്ഷ്യത്തിന് വേണ്ടി നടക്കുന്ന ഒരാളാണെന്ന് കാണുമ്പോൾ തന്നെ അവർ നിങ്ങളിലോട്ട് അട്രാക്റ്റ് ആയിക്കോളും. പിന്നെ മൂന്നാമത്തെ കാര്യം, കേൾക്കാൻ പഠിക്കുക. ചുമ്മാ നമ്മൾ പറയുന്ന കേൾക്കാം. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിയാം, പക്ഷേ അവർക്ക് സംസാരിക്കാൻ അറിയാം, അതുകൊണ്ട് അവർ കുറച്ചേ സംസാരിക്കും. അവർ കൂടുതൽ കേൾക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാം, എന്താണ് കേൾക്കേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് അതാണ് അവരുടെ ഏറ്റവും വലിയ നല്ല ഒരു ഗുണം. ഒരു പെണ്ണ് സംസാരിക്കുന്ന സമയത്ത് അവൾ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുന്ന പുരുഷന്മാർ വളരെ കുറവാണ്. അവളുടെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനുഭവങ്ങൾ, അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളെ ആളുകൾ മറക്കാറില്ല. കാരണം എല്ലാവർക്കും കേൾക്കാനാണ് ഇഷ്ടം. മനസ്സിലായില്ലേ? കേൾക്കപ്പെടാനാണ് ഇഷ്ടം എല്ലാവർക്കും. അതായത് പെൺപിള്ളേർക്ക് എല്ലാവർക്കും കേൾക്കപ്പെടാനാണ് ഇഷ്ടം. നല്ലൊരു ലിസണർ ആകുന്നതാണ് വലിയൊരു അട്രാക്ഷൻ ഉള്ള ഫാക്ടർ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. കൂടുതൽ നമ്മൾ കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക എന്നുള്ളതാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറാനുള്ള ഒരു കാര്യം. പിന്നെ ഉള്ള ഒരു കാര്യം, സ്വയം ബഹുമാനിക്കുക എന്നുള്ളത്. സ്വയം ബഹുമാനിക്കാത്ത ഒരാളെ മറ്റുള്ളവർക്ക് ബഹുമാനിക്കാൻ ബുദ്ധിമുട്ടാണ്. നിനക്ക് നിൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകണം എപ്പോഴും. നിൻ്റെ അഭിപ്രായങ്ങൾക്ക് നിനക്കൊരു വാല്യൂ ഉണ്ടായിരിക്കണം. നിനക്ക് നിൻ്റേതായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടാകണം.
പിന്നെ ആരെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എല്ലാത്തിനും അതെ അതെ അത് അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരാളായിരിക്കരുത്. നിനക്ക് നിൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വേണം. ആരെ ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യം നിനക്കില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ആവശ്യമില്ലാത്തിടത്ത് ആവശ്യമായിടത്ത് നമ്മളെന്ത് വേണം? നോ പറയാൻ പഠിക്കണം. നമുക്ക് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നോ എന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് പറയാൻ പറ്റണം. കാരണം ആത്മാഭിമാനമുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ആത്മാഭിമാനമുള്ള ആൾക്കാർക്ക് ഒരു പവറുമുണ്ട്. അത് നമുക്കിങ്ങനെ വാക്കുകളിലൂടെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ എല്ലാവർക്കും അത് അനുഭവപ്പെടണം. മനസ്സിലായില്ലേ? നമുക്കൊരു ആത്മാഭിമാനമുള്ള ഒരാളാണ്, നമുക്കൊരു വാല്യൂ ഉള്ള ആളാണെന്ന് എല്ലാവർക്കും അനുഭവപ്പെടണം. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോയും കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. പിന്നെ നിൻ്റെ രൂപവും പെരുമാറ്റവും ശ്രദ്ധിക്കുക. നീ ഭയങ്കര സുന്ദരനാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഫേസ് ഉള്ള ആളായിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ വൃത്തി ഉണ്ടായിരിക്കണം. കയ്യിലെ കാലിലെ നഖമൊക്കെ കൃത്യമായിട്ട് വെട്ടി ഒതുക്കി, മുടി വെട്ടി ഒതുക്കി, അങ്ങനെ വൃത്തി ഉണ്ടായിരിക്കണം നിനക്ക്. അതായത് നല്ല ഡ്രസ്സ് ധരിക്കുക. നല്ല ഡ്രസ്സ് എന്ന് വെച്ചാൽ ഭയങ്കര കൂടിയ ഡ്രസ്സ് ധരിക്കണമെന്നല്ല, നീറ്റായിട്ടുള്ള ഡ്രസ്സ് നിനക്ക്, അതായത് കറക്റ്റ് കോമ്പിനേഷൻസ് ഒക്കെ നോക്കിയിട്ടുള്ള നീറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. ശരീരത്തിന് നല്ല വ്യക്തി ശുചിത്വം, അതായത് ശുചിത്വം ഉണ്ടായിരിക്കുക. അത് ഞാൻ പറഞ്ഞത് നിനക്ക് നേരത്തെ പറഞ്ഞ നിനക്ക് നഖം വെട്ടുക, മുടി കാര്യങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുക, നന്നായി നടക്കുക. നടക്കുമ്പോഴത്തേന് ഉള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ അറിയണം. ആൾക്കാർ കാണുന്നവർക്ക് തോന്നണം ഇവന് നല്ല ഒരു കോൺഫിഡൻസ് ഉള്ള രീതിയിലാണ് അവൻ നടക്കുന്നതെന്ന് തോന്നണം. പിന്നെ നന്നായിട്ട് സംസാരിക്കുക. നന്നായിട്ട് ഒരുപാട് സംസാരിക്കാനല്ല, മാന്യമായിട്ടും നല്ല ഭാഷയിലും സംസാരിക്കുക. നല്ല ഭാഷയിൽ അട്രാക്റ്റീവായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് കൂടുതലും അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ അനാവശ്യ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാതിരിക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പൈസ ചിലവ് ഇതിൽ നമുക്ക് വരുന്നില്ല. പക്ഷേ ഇവ ആളുകൾക്ക് നിന്നെക്കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം രൂപപ്പെടുത്തും. നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ആളുകൾക്ക് മൊത്തത്തിൽ കുറച്ച് രൂപപ്പെടും. നല്ല രീതിയിലൊരു ആളാണ് എന്നുള്ളൊരു അഭിപ്രായം രൂപപ്പെടുത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പിന്നെ ആദ്യത്തെ ഇമ്പ്രഷൻ എന്ന് പറഞ്ഞ കാര്യമല്ലേ, നമ്മൾ ഫസ്റ്റിലെ നമ്മൾ ഇത് ഒരു റിലേഷൻഷിപ്പിലായിട്ടോ അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ഇമ്പ്രഷൻ കൊടുക്കുന്നത് തന്നെ ഇങ്ങനെ ആയിരിക്കണം. നമ്മളെ കാണുമ്പം ഓൾറെഡി നമ്മൾ കാണുമ്പം നമ്മൾ നല്ല ഇങ്ങനത്തെ ഒരാളായിരിക്കിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം. പിന്നെ അവസാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി മാറരുത്. അതായത് അതൊരിക്കലും ദീർഘകാലം നിലനിൽക്കുക. അതായത് പെണ്ണ് നിന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി നീ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് കാണിച്ച് നമ്മൾ അവരെ വളച്ചെടുക്കാം എന്നുള്ള ആ ഒരു തോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളങ്ങനെ മാറി നിൽക്കരുത്. കാരണം എപ്പോഴാണെങ്കിലും നിൻ്റെ ഒറിജിനൽ ക്യാരക്ടർ പുറത്തു വരും. മനസ്സിലായില്ലേ? അത് ഒരുപാട് കാലം നിലനിൽക്കില്ല. പക്ഷേ നിൻ്റെ ജീവിതം നിനക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി നീ മാറിയാൽ, അതായത് ഞാൻ ഈ പറഞ്ഞ മേളിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അത് നിൻ്റെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടി നീ മാറുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകും, നിനക്ക് കൂടുതൽ സന്തോഷം കിട്ടും, നിനക്ക് കൂടുതൽ ബഹുമാനം കിട്ടും. അപ്പോൾ എന്ത് പറ്റും? ആളുകൾ സ്വാഭാവികമായിട്ട് നോർമലി നിന്നിലോട്ട് ആൾക്കാർ ആകർഷിക്കപ്പെടും. എൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ യഥാർത്ഥ ആകർഷണം എന്ന് പറഞ്ഞ സംഭവം വരുന്നത് നീ എന്താണെന്ന് അഭിനയിച്ച് കാണിക്കുന്നതിലല്ല. നമ്മുടെ സ്വന്തം ജീവിതം ശരിയാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് ഒരു യഥാർത്ഥ ആകർഷണം ഉണ്ടാകുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ അതിൽ ഈ അട്രാക്റ്റീവ് ഫാക്ടർ എന്നുള്ളതിൽ ഏറ്റവും വലിയ സത്യം ആ ഒരു കാര്യമാണ്. അപ്പോൾ നീ അതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാകും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു പേഴ്സണൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരാം. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, ബെല്ലും കാര്യങ്ങളും ഒക്കെ ക്ലിക്ക് ചെയ്തെടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം വയ്ക്കുക. ഓക്കെ, നമുക്ക് കാണാം.